Hi friends, welcome back to another video of Innovation Factory. Hope all are good. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ പുതിയ BFIC മെയിൻ നെറ്റ് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, മെറ്റാമാസ്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. മെറ്റാമാസ്കിലാണ് അത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ മെറ്റാമാസ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലെ അത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ആക്കുക. നമ്മളോട് ശ്രദ്ധിക്കുക, മെറ്റാമാസ്ക് ഒരു വാലറ്റാണ്. നമ്മുടെ ഈ കോയിൻസൊക്കെ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു വാലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ 12 കീസ് ഫേസ് കീസ് നമ്മൾ സേഫായിട്ട് വെക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ഇൻ കേസ് നമ്മുടെ മൊബൈൽ ഡാമേജ് ആവും, മിസ്സാവും ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു മൊബൈലിലേക്ക് അത് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഒരു BFICയുടെ ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ പുതിയ BFICക്ക് പുതിയൊരു ബ്ലോക്ക് ചെയിൻ അപ്ഡേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത് നമ്മുടെ BFIC ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ടോക്കൺസും ഉള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ B എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പല നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഇല്ല. എഡിറ്റ് ചെയ്താലും അത് റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഒന്ന് മാറുക ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ എത്തേറിയത്തിലേക്ക് മാറി, ഗോട്ടിട്ട് കൊടുത്തു, എത്തേറിയത്തിലേക്ക് മാറി. എത്തേറിയത്തിലേക്ക് മാറിയതിന് ശേഷം വീണ്ടും നമ്മൾ മുകളിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ എത്തേറിയത്തിലേക്കോ ബിനാൻസിലേക്കോ ഇതിലേക്ക് മാറിയതിന് ശേഷം പിന്നീട് നമ്മൾ BFIC സെലക്ട് ചെയ്ത് BFIC ഇവിടെ ഡിലീറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ അത് നോക്കിയോളൂ, BFIC മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ഡിലീറ്റായി. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോയിൻസ് കാണിക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പുതിയതായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് ചെയിൻ അതിവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ആഡ് കസ്റ്റം നെറ്റ്വർക്ക് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ വാട്സപ്പിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈനോട് ചോദിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽസ്. അത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ബ്ലോക്ക് ചെയിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് BFIC മെയിൻ നെറ്റ് കണ്ടില്ലേ, BFIC പ്രൂഫ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് ബ്ലോക്ക് ചെയിൻ അപ്ഡേഷൻ ആയിട്ടുള്ളത്. ഇപ്പോൾ അത് ലൈവാണ്. ഓക്കെ, അപ്പോൾ എന്ത് വേണം, BFIC മെയിൻ നെറ്റാണ് ഫസ്റ്റ് അടിക്കുന്നത്. ഇവിടെ നമുക്ക് അടിക്കാം. അതാണ് BFIC. അത് ക്യാപിറ്റലാണ് നമ്മൾ ചെയ്യേണ്ടത്. BFIC മെയിൻ നെറ്റ്, MAINNET മെയിൻ നെറ്റാണ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് RPC URL. അപ്പോൾ RPC URL ഓക്കെ, RPC URL ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ RPC URL ക്ലിക്ക് ചെയ്യുക. ആഡ് RPC URL ക്ലിക്ക് ചെയ്യുക. ആ URL എന്താണോ അതവിടെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് വേണം, RPC നെയിം. അപ്പോൾ RPC നെയിം എന്ന് പറയുന്നത് BFIC, വീണ്ടും BFIC മെയിൻ നെറ്റാണ്. ഓക്കെ, മെയിൻ NETs. അപ്പോൾ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാതെ തന്നെ കൊടുക്കുക. അതിനുശേഷം ആഡ് RPC URL അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വന്നു. പിന്നെന്താണ്, നമ്മുടെ ചെയിൻ ID ആയിട്ട് വന്നിട്ടുള്ളതാണ് 2352 ആണ്. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക, 2352 ചെയിൻ ID ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിളായിട്ട് വന്നിട്ടുള്ളത് BFIC ആണ്. BFIC തന്നെയാണ് സിമ്പിളായിട്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് എക്സ്പ്ലോർ URL അതിൽ ആഡ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ബ്ലോക്ക് എക്സ്പ്ലോർ, അത് ലാസ്റ്റത്തെ ഒരു ലിങ്ക് ഉണ്ട് കണ്ടില്ലേ, എക്സ്പ്ലോർ BFIC scan.io. അത് കോപ്പി എടുക്കുക. അതിനുശേഷം അതിവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇത് ആഡ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ എന്തായി, ഇപ്പോൾ BFICയുടെ ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ എത്തേറിയനാണുള്ളത്. എത്തേറിയത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് BFIC മെയിൻ നെറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഈ ഒരു വാലറ്റിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ BFIC കാണാനുണ്ട്. ഇനി എന്ത് വേണം, നമ്മുടെ ടോക്കൺ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ടോക്കൺ അഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ BFICയുടെ ടോക്കൺ അഡ്രസ്സ് നമ്മൾ വാട്സപ്പിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു വാട്സപ്പിൽ നിന്ന് ഞാൻ BFICയുടെ മെയിൻ ടോക്കൺ അഡ്രസ്സ്
പല ആളുകളും പാനിക്കാവും, പെട്ടെന്ന് നമ്മുടെ കോയിൻസ് അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണ്, നമുക്കിവിടെ ബ്ലോക്ക് ചെയിൻ മാറി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എന്താണ് ടോക്കൺ അഡ്രസ്സും നമുക്ക് വീണ്ടും, നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായതായിരിക്കും, പക്ഷേ എന്നിരുന്നാലും നമുക്ക് വീണ്ടും അത് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ BFIC, ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോവാണ്. ഇതാണ് BFIC ബ്ലോക്ക് ചെയിനിലെ ബിലവ് നെറ്റ്വർക്കിൻ്റെ ടോക്കൺ അഡ്രസ്. ഓക്കെ, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഇമ്പോർട്ട് കൊടുക്കുക ബിലവ് 2.0. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കോയിൻസ് വന്നിട്ടുണ്ട്. ഇതേപോലെ വേറെ ഏതെങ്കിലും ടോക്കൺസ് വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതേപോലെ തന്നെ എന്താണ്, നമുക്ക് പുതിയ അക്കൗണ്ട്സുകൾ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആഡ് കസ്റ്റം ആൻഡ് ഹാർഡ്വെയർ വാലറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇമ്പോർട്ട് വാലറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ വാലറ്റുകളുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ 1, 2, 3 വാലറ്റുകളുള്ളവരാണെങ്കിൽ ആ പ്രൈവറ്റ് കീ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോയിൻസ് അവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഇതിൻ്റെ പ്രൈവറ്റ് കീ സേഫായിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഫേസ് കീ സേഫായിട്ട് വയ്ക്കുക. ഇതുവരെ ഇനി ഫേസ് കീ ആരെങ്കിലും സേഫായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടില്ലേ ഏറ്റവും അടിയിൽ 5 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലാസ്റ്റത്തെ ഓപ്ഷനാണ് സെറ്റിങ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ജനറൽ കഴിഞ്ഞ് സെക്യൂരിറ്റി പ്രൈവസി, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിവീൽ സീക്രട്ട് റിക്കവറി ഫേസ് എന്ന് കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമ്പനി ഇവിടെ ചോദിക്കുന്നുണ്ട്, മെറ്റാമാസ്കിന് ചോദിക്കുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇഫ് യു ലൂസ് യുവർ സീക്രട്ട് റിക്കവറി ഫേസ് മെറ്റാമാസ്ക്, അതൊരു ക്വസ്റ്റൻ ആണ്. ക്യാൻ ഗെറ്റ് ബാക്ക് ഫോർ യു, കാൺ ഹെൽപ്പ് യു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, കാൺ ഹെൽപ്പ് യു എന്നുള്ളതാണ്. ഓക്കെ റൈറ്റ്, നോ വൺ ക്യാൻ ഹെൽപ്പ് ഗെറ്റ് യുവർ സീക്രട്ട് റിക്കവറി ഫേസ് ബാക്ക്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ക്വസ്റ്റൻ എന്താണ്, ഇഫ് എനിവൺ ഈവൻ എ സപ്പോർട്ട് ഏജന്റ് ആസ്കിംഗ് ഫോർ എ സീക്രട്ട് റിക്കവറി ഫേസ് യു ആർ ബീങ് സ്കാംഡ്, അല്ലേ? കാരണം കമ്പനിയുടെ ആരായാലും നമ്മളിത് ഈ സീക്രട്ട് ഫേസ് റിക്കവറി ഫേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ സ്കാംഡ്. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ ആളുകൾ വന്നിട്ട് പല സ്കാമേഴ്സ് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, യു ആർ ബീങ് സ്കാംഡ്, അത് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ പാസ്വേഡ് കൊടുക്കണം, നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ മെറ്റാമാസ്കിൻ്റെ പാസ്വേഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഹോൾഡ് ടു റിവീൽ SRP എന്ന് കാണിക്കുന്നുണ്ട്, ഇതിൽ നമ്മൾ ഞെക്കി പിടിക്കുക, പ്രസ് ചെയ്യുക. അതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എന്താണ് പ്രൈവറ്റ് കീ വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് കോപ്പി എടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സേഫായിട്ട് വയ്ക്കുക. ആരും വാട്സപ്പിൽ വെക്കരുത്, ബെറ്റർ ഗൂഗിൾ കീപ്പിൽ വയ്ക്കുക, ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതെല്ലാവരും ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. സോ എനിവേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ടീമിലേക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.